നമസ്കാരം. ട്രിപ്പിൾ പി വാർത്താ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ വാർത്ത ശ്രദ്ധിക്കണം. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തിയോ? പണം ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആരൊക്കെയാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഇതിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനും കാണുക. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാർ അനുവദിച്ച തുകയുടെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായാണ് തുക ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നത്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും പെൻഷൻ തുക എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ SMS, മൊബൈൽ ബാങ്കിംഗ്, ATM, മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവ വഴി ക്രെഡിറ്റ് പരിശോധിക്കാം. ബാങ്ക് അക്കൗണ്ടിൽ പണം കാണുന്നില്ല എങ്കിൽ തന്നെ പെൻഷൻ ലഭിച്ചിട്ടില്ലെന്ന് കരുതേണ്ടതില്ല. കാരണം എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ സമയത്ത് തുക ക്രെഡിറ്റ് ചെയ്യണമെന്നില്ല. ഘട്ടം ഘട്ടമായാണ് വിതരണം നടക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെ പെൻഷൻ തുക ലഭിച്ചിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ? പെൻഷൻ തടഞ്ഞിട്ടുണ്ടോ? ആവശ്യമായ രേഖകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം. അനർഹത, രേഖകളിലെ പ്രശ്നം, ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലർക്ക് തുക വൈകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം ലഭിച്ചില്ലെന്ന് മാത്രം കരുതി ആശങ്കപ്പെടേണ്ടതില്ല. ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചതിനാൽ അടുത്ത ദിവസങ്ങളിലും കൂടുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇന്ന് പണം വന്നില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലും പരിശോധിക്കുക. പ്രത്യേകിച്ച് ഓണം അടുത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക സംബന്ധിച്ച അപ്ഡേറ്റുകൾ നിരവധി ഗുണഭോക്താക്കൾ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടെ പറയാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 അല്ലെങ്കിൽ 4000 വർദ്ധിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത തുക വീഡിയോയിൽ ഉറപ്പായ വാർത്തയായി പറയരുത്. നിലവിലെ പെൻഷൻ തുക 2000 എന്നതാണ് സ്ഥിരീകരിച്ച വിവരം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ വാർത്തയും വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക അറിയിപ്പുകളും പരിശോധിക്കുക. പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്കും ബന്ധുക്കൾക്കും ഈ വിവരം അറിയിക്കണം. ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തിയോ എന്ന് പരിശോധിക്കുക. പെൻഷൻ സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലോ അധികൃതരിലോ അന്വേഷിക്കുക. അപ്പോൾ പെൻഷൻ വാങ്ങുന്നവരെ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ മാസത്തെ പെൻഷൻ തുക എത്തിയിട്ടുണ്ടോ? കമന്റിൽ വന്നു അല്ലെങ്കിൽ വന്നില്ല എന്ന് അറിയിക്കൂ. ഇത്തരം കേരളത്തിലെ പെൻഷൻ, സർക്കാർ ആനുകൂല്യങ്ങൾ, പുതിയ വാർത്തകൾ എന്നിവ ഏറ്റവും വേഗത്തിൽ അറിയാൻ ട്രിപ്പിൾ പി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.